നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ, അതായത് രണ്ടാമത് 23 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ ഇപ്പോൾ അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള സെഷൻസ് കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 13ാം ദിവസമായ നാളെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന 13ാം ദിവസമായ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം രാഹുൽ MLA ആയിട്ടുള്ള പാലക്കാട് ജില്ലയിൽ നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാഹുൽ MLA ആയതിനു ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതിന് വോട്ട് ചെയ്യാനായി എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ രാഹുൽ വന്നാൽ ആർക്കും തടയാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ്. കാരണം 15ാം തീയതി വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു വിധി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യമായി തന്നെ പുറത്തിറങ്ങാം. അപ്പോൾ രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുന്നത്തൂർ മേട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. കുന്നത്തൂർ മേട്ടിലെ സൗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ വോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. കുന്നത്തൂർ മേട്ടിലെ 24ാമത്തെ വാർഡില് 2ാമത്തെ ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുക. രാവിലെ തന്നെ എത്തി തന്റെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാകുന്നത്. കുന്നത്തൂർ മേട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ തന്നെ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ എത്തുമോ, അത് നോട്ടയ്ക്കായിരിക്കും കുത്തുക എന്നടക്കമുള്ള സംശയവുമുണ്ട്. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഷനിൽ ആയിരുന്നപ്പോൾ പോലും രാഹുൽ കൃത്യമായി തന്നെ ഈ പറയുന്ന കോൺഗ്രസിലെ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇറങ്ങി പണിയെടുത്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ പ്രചരണത്തിനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ 13 ദിവസം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ അതിജീവിതയുടെ പരാതി വന്നപ്പോഴും പോലീസ് കേസെടുത്ത ഘട്ടത്തിലുമാണ് രാഹുൽ മാങ്കൂട്ടം ഒളിവിലായി പോയത്. അത് ഈ പ്രചരണത്തിന്റെ ഇടയിൽ നിന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലേക്ക് പോയത്. അപ്പോൾ മുതൽ തന്നെ രൂക്ഷമായ ഭാഷയുള്ള വിമർശനം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ വോട്ട് ചെയ്യാനായി വരികയാണെങ്കിൽ, രണ്ടാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ രാഹുലിനെ തടയാനായി നിരവധി ആളുകൾ രംഗത്ത് ഇറങ്ങിയിട്ടുമുണ്ട്. എന്തായാലും MLA ആയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. കുന്നത്തൂർ മേടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റ് ഉള്ളത്. ആ ഫ്ളാറ്റിന്റെ പരിസരത്താണ് ഈ ഒരു കാര്യമുള്ളത്. അതായത് ബൂത്ത് നമ്പർ 2ലാണ് ഈ ഒരു വിഷയമുള്ളത്. ബൂത്ത് നമ്പർ 2ലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഉപാധികളോട് കൂടിയാണ് കഴിഞ്ഞ അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും SITക്ക് മുന്നിൽ വന്ന് ഒപ്പിടണം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഡിസംബർ 15ാം തീയതി രാഹുൽ മാങ്കൂട്ടം എത്തും. ഒളിവിൽ നിന്ന് രാഹുൽ പയറ്റിയ അമ്പ് നേരെ തറയ്ക്കുന്നത് SITയുടെ നെഞ്ചത്തും ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നെഞ്ചത്തും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഉപാധികളോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടം എത്തുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സാഹചര്യം. എന്തായാലും കുന്നത്തൂർ മേട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ തടയാനായി അവർ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ തടയുകയാണെങ്കിൽ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോൺഗ്രസിന് ഒരു വോട്ട്, ആ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ തന്നെ വരുമെന്ന് വ്യക്തമാവുകയാണ്.